ഹായ് കൂട്ടുകാരെ, ചിത്രാസ് ഗാർഡനിങ്ങിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ആന്തൂറിയം പ്ലാന്റ്സ് ആണ് പരിചയപ്പെടുത്താൻ പോകുന്നത് കേട്ടോ. അപ്പം നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒപ്പം ഷെയർ ചെയ്യാനും മറക്കല്ലേ. അതുപോലെ തന്നെ ആന്തൂറിയം പ്ലാന്റ്സ് നമ്മൾ മിനിയേച്ചറാണ് പരിചയപ്പെടുത്തുന്നത് മൊത്തം. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ആന്തൂറിയം പ്ലാന്റ്സിൽ ഏറ്റവും ഭംഗിയുള്ള ഒരു പ്ലാന്റാണ് ഈ ഒരു റെഡ് കളർ വരുന്ന ആന്തൂറിയം കേട്ടോ. ഇതിൽ ഡബിൾ പെറ്റഡ് ആയിട്ടും കാണാറുണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ നമ്മൾ സിംഗിൾ ഷൂട്ട് വിത്ത് ഫ്ലവേഴ്സ് അടങ്ങുന്ന പ്ലാന്റാണ് തരുന്നത് കേട്ടോ. അപ്പോൾ ഈ റെഡ് കളർ മിനിയേച്ചറതായി എത്ര ഹൈറ്റ് ആവുമെന്ന് നിങ്ങൾക്ക് ഈ പ്ലാന്റ് കാണുമ്പോഴത്തേക്ക് മനസ്സിലാവും. ഇത്രയും ഹൈറ്റ് ആകുമ്പോഴത്തേക്കും പോട്ട് നിറച്ചും തൈകളും ഉണ്ടായി ഒത്തിരി ഫ്ലവേഴ്സും ഉണ്ടാകുന്ന ഒരു വെറൈറ്റിയാണ് ഈ ഒരു റെഡ് കേട്ടോ. അപ്പം ഇതിൻ്റെയൊക്കെ നമുക്ക് ഈ ഷൂട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് പിടിപ്പിച്ച് ഓരോ പോട്ടിൽ ഒരുപാട് പ്ലാന്റുകളാക്കി എടുക്കാൻ പറ്റുമേ. ഇനി രണ്ടാമത് വരുന്ന പ്ലാന്റാണ് ലില്ലിയം പ്ലാന്റ് കേട്ടോ. ലില്ലിയം നല്ലൊരു പർപ്പിൾ കളർ വരുന്ന ഒരു ആന്തോറിയാണിത്. ഒത്തിരി ഡിമാൻഡുള്ള പ്ലാന്റ് ആണ് കേട്ടോ. ഇതിൻ്റെ ഈ ലീഫിന് നല്ലൊരു പ്രത്യേകത, ലീഫ് നല്ല നീളത്തിലുള്ള ലീഫായിരിക്കും വരുന്നത്. ഇതിൻ്റെ ഫ്ലവേഴ്സും കാണാൻ നല്ലൊരു അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു ഫ്ലവേഴ്സാണ് കേട്ടോ. നല്ല ഭംഗിയാണ് ഇതിൻ്റെ ഈ ഫ്ലവേഴ്സും ലീഫും ഒക്കെ കൂടി നിൽക്കുന്ന കാണാൻ വേണ്ടി. ശരിക്കും ഇതിൻ്റെ ഫ്ലവേഴ്സ് കണ്ടില്ലേ, ഒരു നല്ലൊരു ഓവൽ ഷേപ്പിലായിരിക്കും വരുന്നത്. ബാക്കിയുള്ള നോർമൽ ആന്തോറിയത്തെക്കാളും നല്ലൊരു മാറ്റമുണ്ട് കേട്ടോ ഇതിന്. അടുത്തത് കണ്ടില്ലേ, നല്ലൊരു ക്രീം കളറിലേക്ക് വരുന്ന ഒരു ആന്തൂറിയാണ്. ഈ പൂക്കൾ പഴകും തോറും ഇതിലേക്ക് ഗ്രീനിഷ് കളർ കൂടുതലായിട്ട് വരുന്നതായിട്ട് കാണാം. ആദ്യത്തെ പൂക്കൾ നല്ലൊരു ക്രീം കളറായിരിക്കും. പിന്നീട് അത് കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഇതിൽ ഗ്രീനിഷ് കളർ കയറും. നല്ലൊരു ബേബി പിങ്കും എല്ലാം കൂടി മിക്സ്ഡായിട്ട് വരുന്ന ഒരു കളറാണ് കേട്ടോ ഇതിന്. നല്ല ഭംഗിയാണ് ഇതിൻ്റെ ഫ്ലവേഴ്സ് കാണാൻ. നല്ലൊരു ഗ്ലേസിങ് ഉണ്ടാവും കേട്ടോ ഇതിൻ്റെ ഈ ഒരു ഫ്ലവേഴ്സിന്. അടുത്തത് യെല്ലോ കളർ ആന്തൂറിയാണ് കേട്ടോ. അപ്പോൾ ഇതെല്ലാം മിനിയേച്ചറാണ്, അതുകൊണ്ട് ഹൈറ്റ് അധികം വെക്കത്തില്ല. ഇത് കണ്ടില്ലേ, മിനിയേച്ചർ ആന്തൂറിയ നല്ല ഇതുപോലെ ഫ്ലവേഴ്സായി നിൽക്കുന്ന യെല്ലോ കളറുമാണ്. ഇതിലും അതേ പെട്ടെന്ന് തന്നെ ഇതിൽ തൈകൾ ഉണ്ടാവും കേട്ടോ. നന്നായി നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റാണ്. എല്ലാത്തിൻ്റെയും സിംഗിൾ ഷൂട്ട് വിത്ത് ഫ്ലവർ അടങ്ങുന്ന പ്ലാന്റ് ആയിരിക്കും നമ്മൾ തരുന്നത് കേട്ടോ. പോട്ടിലൊക്കെ വെച്ചാൽ അത് ഇതുപോലെ ബുഷായിട്ട് നിൽക്കും. നല്ല ഭംഗിയിൽ നമുക്ക് വളർത്തിയെടുക്കാം. മീഡിയം സൈസ് പോട്ട് മതി, വലിയ പോട്ടൊന്നും വേണ്ട. മീഡിയം സൈസ് പോട്ടിൽ നന്നായിട്ട് ഇത് വളരും. കുറേ ഷൂട്ടുകളായി കഴിയുമ്പോൾ ഇത് സ്പ്ലിറ്റ് ചെയ്ത് വെക്കാൻ ശ്രമിക്കുക. പിന്നെ നമ്മുടെ വീഡിയോ നേരത്തെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, ആന്തൂറിയം പ്ലാന്റ് എങ്ങനെയാണ് നടേണ്ടത്, അതെങ്ങനെയാണ് പരിപാലിക്കേണ്ടതെന്നൊക്കെ നമ്മുടെ യൂട്യൂബിൽ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ സംശയമുള്ളവർ ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കുക, എങ്ങനെയാണ് പ്ലാന്റ് നടേണ്ടതെന്നും എന്തൊക്കെ കെയറിങ് ആണ് കൊടുക്കേണ്ടതെന്നൊക്കെ നിങ്ങൾക്ക് ആ ഒരു വീഡിയോ കാണുമ്പോഴത്തേക്ക് ഏകദേശം ഒരു ധാരണ കിട്ടും കേട്ടോ. അപ്പോൾ നമുക്ക് ഒത്തിരി ഡിമാൻഡുള്ള ഒരു പ്ലാന്റാണ് ഈ ഒരു യെല്ലോ കളർ വരുന്ന ആന്തൂറിയം. അടുത്തത് കണ്ടില്ലേ, അടുത്തത് നല്ലൊരു ഭംഗിയുള്ള കളറുള്ള ഒരു ആന്തൂറിയാണ്. ഇതൊരു റയർ വെറൈറ്റിയാണെന്ന് നമുക്ക് പറയാം. നല്ലൊരു ഗ്ലേസിങ് ഉണ്ട് കേട്ടോ ഇതിൻ്റെ ഈ ഒരു ഫ്ലവറിനും. അപ്പം ഇതിൻ്റെ അതേ 2-3 ഫ്ലവേഴ്സൊക്കെ ഒറ്റ ഒരു ഷൂട്ടിൽ തന്നെയൊക്കെ ഉണ്ടാകാറുണ്ട്. നമുക്ക് വളർത്തിയെടുക്കാൻ എളുപ്പമുള്ളൊരു വെറൈറ്റിയാണ് ഈ ഒരു കാണുന്ന ഒരു ആന്തൂറി കേട്ടോ. അടുത്തത് ഒത്തിരി ഡിമാൻഡുള്ള ഒരു പ്ലാന്റ് ആയിരുന്നു, നല്ലൊരു ബ്രൗൺ അല്ലെങ്കിൽ ഒരു ചോക്ലേറ്റ് കളർ വരുന്ന ആന്തൂറിയം കേട്ടോ. ബാക്കിയുള്ള ആന്തൂറിയത്തെ സംബന്ധിച്ച് ഇതിന് കുറച്ച് ഹൈറ്റും വെക്കാറുണ്ട്. വലിയ ഫ്ലവേഴ്സും ആയിരിക്കും ഉണ്ടാകുക. മിനിയേച്ചറാണ്, പക്ഷേ മിനിയേച്ചറിൽ നിന്ന് കുറച്ചൊരു വ്യത്യാസം വരുന്ന ഒരു വെറൈറ്റിയാണ് ഈ ഒരു ബ്രൗണിഷ് കളർ വരുന്ന ആന്തൂറിയം കേട്ടോ. ഇത് കുറച്ച് നല്ല ഹൈറ്റൊക്കെ വെച്ച് ഒത്തിരി വലിയ പൂക്കളായിരിക്കും തരുന്നത്. നിറച്ചും പൂക്കളുണ്ടാകും. നല്ല ഡിമാൻഡുള്ള ഒരു വെറൈറ്റിയാണ് ഈ ഒരു കളർ കേട്ടോ. നമുക്ക് ഇതൊരു മീഡിയം സൈസുള്ള പോട്ടിൽ വെക്കണം, എന്നാൽ മാത്രമേ നമുക്ക് അതിന് നന്നായിട്ട് റൂട്ടൊക്കെ സ്പ്രെഡ് ചെയ്തിട്ട് നിൽക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒരു 6 ഇഞ്ച് അതിൽ കൂടുതലുള്ള പോട്ട് തന്നെ സെലക്ട് ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ. ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ കുറേ ഫ്ലവേഴ്സ് ഉണ്ടാവും. ഇപ്പോൾ തന്നെ ഇത് കണ്ടാൽ അറിയാം, 3-4 ഫ്ലവേഴ്സ് വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സൈസിൽ വളരുന്ന ആന്തൂറിയാണ്. നമ്മളിതിൻ്റെ സിംഗിൾ ഷൂട്ടാണ് തരുന്നത്. ഈ ഒരു സൈസുള്ള പ്ലാന്റ് ആയിരിക്കും നമ്മൾ തരുന്നത്. അടുത്ത വെറൈറ്റിയാണ് നല്ല വൈറ്റ് കളർ, പ്യുവർ വൈറ്റ് കളർ വരുന്ന ആന്തൂറിയം കേട്ടോ. ഇതും അതേ നന്നായിട്ട് പെട്ടെന്ന് പിടിച്ച് കിട്ടും. നല്ല ഭംഗിയിലായിരിക്കും ഇതിൻ്റെ ഫ്ലവേഴ്സ് വരാൻ. സാധാരണ റൗണ്ട് ഷേപ്പിലാണ് ഫ്ലവേഴ്സ് എങ്കിൽ ഇതിലൊരു ഓവൽ ഷേപ്പാണ് വരുന്നത്. അടുത്തത് നമ്മുടെ നല്ലൊരു പർപ്പിൾ കളർ വരുന്ന ആന്തൂറിയാണ്. ഡാർക്ക് പർപ്പിൾ കളറിലേക്ക് വരുന്ന ഒരു ആന്തൂറിയാണ്. ഒത്തിരി ഡിമാൻഡുള്ള പ്ലാന്റ് ആണ്. ഇത് നമുക്ക് കുറച്ച് സ്റ്റോക്ക് കുറവാണ് കേട്ടോ. വളരെ കുറച്ച് പ്ലാന്റ്സ് മാത്രമേ ഉള്ളൂ. മിനിയേച്ചർ ആകുമ്പോൾ നിങ്ങൾ അധികം സൈസ് പ്ലാന്റിൽ പ്രതീക്ഷിക്കരുത്. ഫ്ലവറും ചിലതിന് മാത്രമേ സൈസ് ഉണ്ടാവുള്ളൂ കേട്ടോ. നെക്സ്റ്റ് ഒരു നല്ലൊരു പിങ്ക് കളർ വരുന്ന ആന്തൂറിയാണ്. ഇതും നല്ല മിനിയേച്ചറായിട്ട് വരുന്ന വെറൈറ്റിയാണ് കേട്ടോ. ഇത് പൂക്കൾ പഴകും തോറും ഈ ആന്തൂറിയത്തിൻ്റെ ഫ്ലവേഴ്സ് ഒരു ഗ്രീനിഷ് കളറിലേക്ക് വരാറുണ്ട്. അത് നോർമലാണ് കേട്ടോ. അപ്പോൾ പൂക്കൾ പഴകുമ്പോഴത്തേക്കും അടുത്ത പൂക്കളായി തുടങ്ങും നമ്മുടെ ആന്തൂറിയത്തിൽ.
പിന്നെ നമുക്ക് ഈ ഒരു പിങ്കിൻ്റെ ഒപ്പം തന്നെ നമുക്ക് വരുന്ന ഒരു വെറൈറ്റിയാണ് പിങ്ക് ആൻഡ് വൈറ്റ് കളർ കോമ്പിനേഷൻ വരുന്ന ഒരു ഡബിൾ കളർ വരുന്ന ആന്തൂറി കേട്ടോ. നല്ലൊരു അട്രാക്റ്റീവായിട്ടുള്ള ഒരു കളറാണ്, നല്ലൊരു പിങ്ക് ആൻഡ് വൈറ്റ് കളർ കോമ്പിനേഷനാണ്. ഇത് നമുക്ക് കുറച്ച് പ്ലാന്റ്സ് മാത്രമേ സ്റ്റോക്കുള്ളൂ. അപ്പോൾ വേണ്ടവർ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വേഗം തന്നെ തൊട്ട് താഴെ കൊടുത്ത നമ്പറിൽ കോൺടാക്റ്റ് ചെയ്ത് നിങ്ങളുടെ ഓർഡർ കൺഫേം ആക്കേണ്ടതുണ്ട്. കാരണം നമുക്ക് ആന്തൂറിയത്തിൻ്റെ സ്റ്റോക്ക് കുറവാണ് കേട്ടോ. അടുത്തത് ലിരിയം പ്ലാന്റ്, നേരത്തെ കണ്ട ലിരിയം പ്ലാന്റ് ഒരു പർപ്പിൾ കണ്ടില്ലേ, അതിൻ്റെ തന്നെ ഒരു പിങ്കാണ്. പക്ഷേ ഇതിൻ്റെ ഫ്ലവേഴ്സ് കുറച്ചൊരു മാറ്റമുണ്ട് കേട്ടോ. ഒരു ബേർഡ്സ് പറന്നു പോകുന്ന പോലെയൊക്കെയാണ് ഇതിൻ്റെ ഫ്ലവേഴ്സിൻ്റെ ആ ഒരു ഷേപ്പൊക്കെ വരുന്നത് കേട്ടോ. നല്ല ഭംഗിയാണ്. പോട്ട് നിറച്ചും ഇത് ബുഷായിട്ട് നിൽക്കും. ഒത്തിരി തൈകളും ഒത്തിരി ഫ്ലവേഴ്സൊക്കെ തരുന്ന ഒരു വെറൈറ്റിയാണ് ഈ ഒരു ലിരിയം വെറൈറ്റി ആയിട്ട് വരുന്ന പിങ്ക് കളറ് ആന്തൂറിയ കേട്ടോ. നല്ല ഭംഗിയുള്ള പ്ലാന്റാണേ. അടുത്തത് വരുന്നത് നമ്മുടെ ഓറഞ്ച് കളർ ആന്തൂറിയാണ്. നമുക്ക് മൊത്തത്തിൽ 15 വെറൈറ്റീസോളം ആന്തൂറി അവൈലബിൾ ആണ്. ഓരോ പ്ലാന്റിനും ആ 15 പ്ലാന്റ് നമ്മൾ കോംബോ ആയിട്ട് നൽകും കേട്ടോ. അപ്പോൾ വേണ്ടവർ വേഗം തന്നെ മടിച്ച് നിൽക്കാതെ വേഗം തന്നെ തൊട്ട് താഴെ കൊടുത്ത നമ്പറിൽ കോൺടാക്ട് ചെയ്ത് നിങ്ങളുടെ ഓർഡർ കൺഫേം ആക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്.